ലേഖനത്തിൽ നിന്നും നമ്മുടെ കർത്താവിൽ ബന്ധിക്കപ്പെട്ടവനായ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, നിങ്ങൾ വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമാവുന്ന പ്രകാരം സകല മനോവിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്താൽ തമ്മിൽ സ്നേഹിക്കുന്നവരും സമാധാനബന്ധനത്തിൽ ആത്മാവിൽ ഐക്യം കാത്തുകൊള്ളുവാൻ താല്പര്യമുള്ളവരുമായിരിക്കുകയും നിങ്ങളുടെ വിളിയുടെ ഏകശരണത്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം നിങ്ങൾ ഏക ശരീരത്തിലും ഏക ആത്മാവിലും ഇരിപ്പാനായിട്ട് തന്നെ. എന്നാൽ ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദീസയുമേ ഉള്ളൂ. എല്ലാവരിലൂടെയും പിതാവും എല്ലാവരുടെയും മേലും എല്ലാവരിൽ കൂടിയും എല്ലാവരിൽ വ്യാപരിക്കുന്നവരും ഏകദൈവമാവുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയത്തിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ ഞങ്ങളെ യോഗ്യരാക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷയായ പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാരകാലങ്ങളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശുദാൻ ഇപ്രകാരം അരുളി ചെയ്തു, ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് വൃദ്ധാകോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ നിസാരനെന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടതായി വരും. ഭോഷനെന്ന് വിളിച്ചാലും അഗ്നിനരകത്തിന് അർഹനായി തീരും. അതിനാൽ നീ ബലിപീഠത്തിലേക്ക് വഴിപാട് കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വല്ല വിരോധവും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്ന് നിന്റെ വഴിപാട് അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് ആദ്യം രമ്യമാവുക. പിന്നെ വന്നതിന്റെ വഴിപാട് കഴിക്കുക. നീ നിന്റെ പ്രതിയോഗിയോട്
നിന്റെ ന്യായസ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ വെച്ച് തന്നെ അവനുമായി വേഗത്തിൽ രമ്യമാവുക. അല്ലെങ്കിൽ നിന്റെ പ്രതിയോഗി നിന്നെ ന്യായാധിപനെ ഏൽപ്പിക്കുകയും ന്യായാധിപൻ നിന്നെ സേവകനെ ഏൽപ്പിക്കുകയും അങ്ങനെ നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്യും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീർക്കാതെ അവിടെ നിന്ന് നീ പുറത്തിറങ്ങുകയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. പറക്കുമോ